അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം എന്നത് സ്പർശന വശ്യത്തെക്കുറിച്ചാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. സ്പർശനത്താൽ ഉത്തേജനം ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സ്പർശനം എങ്ങനെ സാധിക്കും, അതിലൂടെ സ്നേഹബന്ധം എങ്ങനെ നമുക്ക് കൂടുതൽ ബലപ്പെടുത്തി എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ വന്നിട്ട് ദേഹത്ത് മുട്ടിപ്പോകാറുണ്ട്. മുട്ടുമ്പോൾ എന്ന് വെച്ചാൽ ചിലരൊക്കെ എതിർക്കാറുണ്ട്, ചിലർ അത് മൈൻഡ് ചെയ്യാതെ വിടും, ചിലർ പ്രതികരിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ഈ സ്പർശന വശ്യത്തിൻ്റെ ഭാഗമാണ്. സ്പർശനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു സന്തോഷം, അത് വശ്യകർമ്മത്തിൽ ചെയ്തിട്ട് സ്പർശനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈ പിടിച്ചാലും സ്പർശനമാണ്, നമ്മളെ കെട്ടിപ്പിടിച്ചാൽ സ്പർശനമാണ്, നമുക്ക് ഉമ്മ തന്ന സ്പർശനമാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി സ്പർശിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആനന്ദം, അതാണ് സ്പർശന വശ്യം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ആളുകൾക്ക് താല്പര്യമുള്ള കാര്യമാണത്. അവർ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരെ കൈ പിടിച്ചാൽ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവർ ഉമ്മ വച്ചാൽ അവർക്ക് അതിനേക്കാൾ സന്തോഷം ഉണ്ടാവും. അപ്പം സ്പർശന വശ്യം എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്പർശന വശ്യം ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം സ്പർശിക്കാനുള്ള അനുവാദം ഉണ്ടാകണം. വെറുതെ ഒരാളുടെ ശരീരത്തിൽ തൊടാനൊന്നും പറ്റൂല. അവർക്ക് നമ്മളോടൊരു താല്പര്യം ഉണ്ടാകണം. താല്പര്യം ഉണ്ടാകണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തിട്ട് ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമതായിട്ട് അവർക്ക് ഒരു തരത്തിലും പ്രയാസം ഉണ്ടാകാത്ത, അല്ലെങ്കിൽ അവരിൽ സ്നേഹം ജനിക്കുന്നതായ രീതിയിലായിരിക്കണം സ്പർശന വശ്യമൊക്കെ ഉണ്ടാകേണ്ടത്. അത് സ്പർശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കർമ്മം ചെയ്താൽ ആ വശ്യം ഉണ്ടാകുന്നില്ല. അത് സ്പർശിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരാൾക്ക് കൈ കൊടുക്കുന്നുണ്ട്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നൊന്നും ഇതിൻ്റെ അകത്ത് വിടുന്നതല്ല. കാരണം അത് വേറൊരു രീതിയാണ്. ഒരാളെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് എല്ലാം കൊടുക്കുന്ന വെച്ചാൽ ഒരു ബഹുമാനാർത്ഥമാണ്. ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് നമ്മൾ കൈ കൊടുക്കുന്നതും കൈ പിടിക്കുന്നതെല്ലാം രീതി വേറെയാണ്. അപ്പം ഇതിന് അതിശക്തമായ കർമ്മങ്ങൾ ചെയ്ത് സ്പർശന വശ്യത്തിലൂടെ മനസ്സ് കീഴടക്കാൻ കഴിയും. കാരണം അത്രയും കഠോരമായിരിക്കുന്ന പണികളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോകളിലൊക്കെ ദൃഷ്ടിവശ്യം, പല രൂപത്തിലുള്ള വശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പർശനം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. സ്പർശനമാണ് ആദ്യം തുടങ്ങുന്നത്. വശ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തിലുള്ള ഒന്നാമത്തെ കാര്യം ദൃഷ്ടിവശ്യമാണ്. ദൃഷ്ടിയിൽ നിന്ന് രണ്ടാമത് തുടങ്ങുന്നത് സ്പർശനമാണ്. ഇപ്പോൾ സ്പർശന വശ്യം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ഒരു 99.99% കൂടെ വരാനുള്ള സാധ്യതയാണുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് സ്പർശിക്കേണ്ട പോലെ സ്പർശിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മളൊന്ന് കൈ കൊടുക്കുക, സ്നേഹിക്കുന്ന ചുംബനങ്ങൾ കൊടുക്കുക, ഇതെല്ലാം സ്പർശനത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം.
അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനപ്പെടും. നന്ദി, നമസ്കാരം.